ഹായ് ഫ്രണ്ട്സ്, അനിയാക്കി ജുട്ടേക്കിലേക്ക് സ്വാഗതം. അപ്പോൾ SLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ കാത്തിരുന്ന ഗ്രേസ് മാർക്കിൻ്റെ സർക്കുലർ പരീക്ഷാഭവൻ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഗ്രേസ് മാർക്കിൻ്റെ സർക്കുലറിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സർക്കുലറിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റും. കേരള സ്കൂൾ കലോത്സവം, കേരള ശാസ്ത്രോത്സവം, സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ തുടങ്ങിയുള്ള അത്തരത്തിലുള്ള മത്സരങ്ങൾക്കൊക്കെ A ഗ്രേഡിന് 20, B ഗ്രേഡിന് 15, C ഗ്രേഡിന് 10 തുടങ്ങിയ മാർക്കാണ് ഈ വട്ടത്തെ ഗ്രേസ് മാർക്കിന് കൃത്യമായിട്ട് നിശ്ചയിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും കുട്ടികളുടെ എക്സാമിൻ്റെ മാർക്കിൽ ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് വലിയ വ്യത്യാസം ഇതിനുണ്ടാക്കാൻ പറ്റും. സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ മാർക്കും JRCക്ക് 10 മാർക്ക്, SPCക്ക് 20 മാർക്ക്, സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസിൻ്റെ മാർക്കൊക്കെ ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസിനും ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിനും ഒക്കെ ഗ്രേസ് മാർക്കുണ്ട്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് ഓരോ തരത്തിലനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യ പുരസ്കാരമാണോ രാഷ്ട്രപതിയാണോ എന്നൊക്കെ നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേസ് മാർക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ NSSൽ +1 +2ലുള്ള NSSലെ വിദ്യാർത്ഥികൾക്ക് +2 കഴിയുമ്പോൾ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്തവർക്കും അല്ലാത്ത ദേശീയ ക്യാമ്പുകളിൽ പങ്കെടുത്തവർക്കും സംസ്ഥാനത്തിൽ ഉള്ളവർക്കുമൊക്കെ ഓരോ തരത്തിലുള്ള മാർക്കുകളുണ്ട്. ലിറ്റിൽ കൈറ്റ്സിന് 15 മാർക്കുണ്ട്. ബാക്കി ജവഹർലാൽ നെഹ്റു എക്സിബിഷനും ബാലശ്രീ അവാർഡ് വിജയികൾക്കും അങ്ങനെയുള്ള എല്ലാവർക്കും, സർഗോത്സവത്തിനും എല്ലാവർക്കും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. എല്ലാവർക്കും ഗ്രേസ് മാർക്കിൻ്റെ കൃത്യമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്പോർട്സിന് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ മത്സരിച്ചവർക്ക് എന്തുണ്ട്, ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ഉണ്ട്. പിന്നെ NCCക്കും ഇതേപോലെ തന്നെ പല കാര്യങ്ങൾക്കും പല തരത്തിലുള്ള അവാർഡുകളും ഗ്രേസ് മാർക്കുകളും ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേസ് മാർക്കിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ PDF വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. അപ്പോൾ SLCയുടെയും +2ൻ്റെയൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾക്കും SLC വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും +1ൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക്കി ജുടെക്.